നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ഒരു സ്വർഗീയ യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. രക്തത്താൽ വചനത്താൽ ജയം. മറഞ്ഞിരിക്കുന്നത് വെളിപ്പെടുത്തുവാൻ കഴിയുന്ന അവസ്ഥ, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ വെളിപ്പെടുത്തുന്ന യാതൊരു സാഹചര്യ പശ്ചാത്തലങ്ങളോ തെളിവുകളോ നിരീക്ഷണ പരീക്ഷണ അനുഭവങ്ങളോ ഒന്നുമില്ലാതെ ദൈവത്തിൻ്റെ ആത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് ഉത്തിയിലും ചിന്തയിലും ധ്യാനത്തിലും ആശ്രയിച്ചുകൊണ്ട് ഗൂഢാർത്ഥ പ്രയോഗം നടത്തി മറഞ്ഞിരിക്കുന്നതിനെ വെളിപ്പെടുത്തുന്ന സ്വർഗീയ വ്യവസ്ഥ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. നീതിമാനായ ദൈവം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മറച്ചു വച്ചിരിക്കുന്ന ഒരു സ്വർഗീയ വ്യവസ്ഥയാണ് ദൈവത്തിൻ്റെ മന്ദിരം എന്ന അവസ്ഥ. നമ്മുടെ ഈ അക്ഷരീയ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുന്നില്ല, പക്ഷേ നമ്മുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുന്ന ഒരു സ്വർഗീയ മന്ദിരമാണ് ഈ മന്ദിരം. ഇത് നമുക്ക് അനുഭവിപ്പാൻ കഴിയും. സ്തോത്രം. നമ്മൾ അദൃശ്യ ശരീരങ്ങളായ ആത്മശരീരങ്ങളായി നമ്മുടെ ശരീരം ജഡം വിട്ട് ആത്മാവിൽ മുകളിലോട്ട് ഒന്ന് പോയിട്ട് താഴേക്ക് നോക്കാമെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട മനുഷ്യരെ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ വസതികളായി, ദൈവത്തിൻ്റെ ഭവനമായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവം വസിക്കുന്ന, ദൈവം അധിവസിക്കുന്ന, ദൈവത്തിൻ്റെ ശഖന ഇറങ്ങി നിൽക്കുന്ന മന്ദിരങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ഈ ജഡ ശരീരത്തിൻ്റെ ഉള്ളിൽ ദൈവം തൻ്റെ നിത്യജ്ഞാനത്താൽ അദൃശ്യമായ സ്വർഗീയ പ്രതിഭാസത്താൽ കേവലം മനുഷ്യൻ്റെ ഉള്ളിൽ, ബലഹീനനായ മനുഷ്യൻ്റെ ഉള്ളിൽ എത്ര ഉദഗ്ധമായിട്ടാണ് ആ സ്വർഗീയമായതിനെ വച്ചിരിക്കുന്നത് എന്ന് കാണുവാനുള്ള യാഥാർത്ഥ്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് മനസ്സിലാക്കുവാനായിട്ടിടയാകും. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? നിങ്ങൾ കാണുന്നില്ലയോ എന്നല്ല ചോദിച്ചത്, നിങ്ങൾ അറിയുന്നില്ലയോ? അത് വെളിപ്പാടാണ്. കാണുന്നത് നിരൂപണങ്ങളാകാം, അറിയുന്നത് വെളിപ്പാടുകൾ ആണ്. ഇന്ന് ഈ പകൽവേളയിൽ ആത്മാവ് നമ്മോട് പറയുമ്പോൾ നിത്യനായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ സ്വർഗീയമായി സുന്ദരമായ ആത്മീയ അന്തരീക്ഷത്തിൽ നിത്യനായ ദൈവം നമ്മുടെ ഉള്ളിൽ നൽകിയിരിക്കുന്ന സ്വർഗീയമായ അവസ്ഥ ഇപ്പോൾ എന്തെന്ന് നാം അറിയണം. ഒന്ന്, നാം ദൈവത്തിൻ്റെ മന്ദിരമെന്ന് നമ്മൾ അറിയണം. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ. രണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് എന്നിൽ വസിക്കുന്നു എന്നും ഞാൻ അറിയണം. സ്തോത്രം. നീതിമാനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ഇന്ന് പകൽവേളയിൽ ആത്മാവ് നമ്മോട് പറഞ്ഞു വരുന്നത് ഈ രണ്ട് വ്യവസ്ഥ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഈ ഭൂമിയിൽ ദൈവപ്രസാദിതകരമായ ഒരു ആത്മീയ ജീവിതം എന്താണെന്നും എങ്ങനെയാണ് നയിക്കേണ്ടതെന്നുമുള്ള ബോധം നമുക്ക് ഉളവാകുവാനായിട്ട് ഇടയാകുന്നത്.